ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാനില സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരല്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ എടുക്കുന്നത് എലൈറ്റിൻ്റെ മൈദയാണ് എടുക്കുന്നത്. മൈദ നമ്മൾ 1 കപ്പ് മൈദ ആണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ആ മൈദ നമുക്ക് അളന്നെടുക്കാം. മൈദ നമ്മൾ അളന്നെടുക്കുന്നത് കുത്തി നിറച്ചെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇട്ടിട്ട് ആ 1 കപ്പ് നിറയുന്നത് വരെ ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ഈ മൈദ ഇപ്പം കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് ഈ മൈദയെ ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇതാ 1/4 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ വടിച്ചിട്ട് വേണം എടുക്കാൻ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്തിട്ട് നമുക്കൊരു 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 1 പ്രാവശ്യമാണ് അരിച്ചെടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം അരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഒരു 125 ഗ്രാം പഞ്ചസാര ഉണ്ടാവും. അത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഞാൻ എന്താ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഈ കോഴിമുട്ട നമ്മൾ ഒരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഈ കോഴിമുട്ടയിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് എന്താ പറയുക കൊമ്പളകളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഈ സമയത്ത് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മണം കേക്കിന് ഇല്ലാതിരിക്കാൻ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുട്ടയുടെ ആ സ്മെല്ല് ഉണ്ടാവില്ല. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് വീതം ഇട്ടിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ അതാ നമ്മൾ മുഴുവൻ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ ബീറ്റർ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് അരിച്ച് വെച്ചിട്ടുള്ളത് അത് നമുക്ക് നമ്മളിവിടെ മുട്ട പതപ്പിച്ചെടുത്തതിലേക്ക് കുറച്ച് വീതം ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടുമ്പോൾ ഇങ്ങനെ പരത്തി ഇടുക. ഈ പതഞ്ഞ് വന്നതൊന്നും ഉടഞ്ഞു പോകാതെ വേണം കേട്ടോ. അത് നമ്മളിത് പതുക്കെ മെല്ലെ സൂക്ഷിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എടുക്കുമ്പോൾ കൈക്ക് ഒരുപാട് ബലം കൊടുക്കാതെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറേ സമയം നിന്ന് ഫോൾഡ് ചെയ്തെടുക്കണ്ട. ആ മാവ് ഞാനൊരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇതാ ഫോൾഡ് ചെയ്തെടുത്തത്. ഇനി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ അതേ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ. ഇപ്പോൾ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇത് പാത്രം ഒന്ന് ഇറക്കി വെക്കാം. നടുക്ക് സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഒരു 35 മിനിറ്റ് നമുക്കിത് സമയം എടുക്കും ഇതൊന്ന് ആയി വരാനായിട്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് ഞാൻ എന്താ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ചൂടാറി വന്നിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അടിഭാഗത്തൊക്കെ. ഇനി നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് നീക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ബട്ടർ പേപ്പർ അത്യാവശ്യം നന്നായിട്ട് ഇതിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റായി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.